നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 40-45 ക്ലയന്റിന് വർക്കുകൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലോഗോ ഡിസൈനിങ് മുതൽ പിന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ആപ്പ് ഡെവലപ്മെന്റ്, പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് കൊടുത്തത്, പിന്നെ അവർ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള ആ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് കൊടുത്തത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ക്ലയന്റിന്. പിന്നെ നമ്മൾ ചെയ്ത പ്രൊജക്റ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം പ്രൊജക്റ്റുകൾ, ഒരു ക്ലയന്റിന് മൾട്ടിപ്പിൾ പ്രൊജക്റ്റുകൾ വരാം. മൊത്തം പ്രൊജക്റ്റുകൾ നോക്കുകയാണെങ്കിൽ 150 ആ റേഞ്ചിൽ പ്രൊജക്റ്റുകളും ചെയ്തിട്ടുണ്ട് ഇതുവരെ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമിന് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരും. ആ ഏതാണോ ബ്രാൻഡ് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അവരെ ഒരു പാർട്ട്ണർ എന്നുള്ള രീതിയിൽ എടുത്തിട്ട് ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കും ചെയ്യും. അപ്പോൾ അതാണ് പിന്നെ ഞാനിവിടെ എൻ്റെ ഒരു ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യണം എന്നുള്ള താല്പര്യം ഉണ്ടെങ്കിൽ അത് പറയാം. ഇനി അതല്ല കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എന്തെങ്കിലും താല്പര്യം പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും അതും പറയാം. പിന്നെ ഇപ്പോൾ ഏകദേശം എന്താണ്, എങ്ങനെയാണ് പോകുന്നത്, ഇനി ഫ്യൂച്ചറിൽ എങ്ങനെ പോകുന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞങ്ങൾ ചെയ്തൊരു വർക്ക് പിന്നെ ഞാനിവിടെ പറയാം. ജസ്റ്റ് സ്റ്റോറി മാത്രമേ പറയുന്നുള്ളൂ. വൈറ്റമിൻ്റെത് ഫസ്റ്റ് നിങ്ങൾക്ക് അറിയാം. വൈറ്റമിൻ്റെ പേര് ന്യൂട്രിബൈറ്റ് എന്നുള്ളൊരു പേരായിരുന്നു. അപ്പോൾ വൈറ്റമിൻ്റെ വർക്ക് എനിക്ക് കിട്ടുന്ന സമയത്ത് എനിക്ക് അതിന് മുന്നേ തന്നെ മുഫിദാത്ത പല വർക്കുകളായിട്ട് സിംഗിളായിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ ഒരു സമയത്ത് എത്തിയപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പിൽ വർക്ക് എടുക്കാമെന്നുള്ള രീതിയിലേക്ക് പോയി ഞങ്ങൾ. കാരണം എനിക്ക് പാർട്ട്ണർഷിപ്പിൽ എടുക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും അതിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ നമ്മളും 100% അതിൽ ഇടും, നമുക്ക് ഇടേണ്ടി വരും. നേരെ മറിച്ച് നമ്മളൊരു സിംഗിൾ വർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ വർക്ക് തീർത്ത് കഴിഞ്ഞാൽ പൈസ കിട്ടുന്നുള്ള ഒരു ഐഡിയയിലാവും പോലെ. ഇവിടെ 100% നമുക്ക് മാർക്കറ്റ് എങ്ങനെ ചെയ്യണം, എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റ് ചെയ്യണം, ഇപ്പോൾ ഈ മുഫിദാത്ത പറഞ്ഞ് എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് വരെ ഞാൻ ഇവിടെ വന്നിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ A to Z നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. അങ്ങനെ വൈറ്റമിൻ്റെ ഫസ്റ്റ് പേര് ന്യൂട്രിബൈറ്റ് എന്നുള്ളതിൽ ഇവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു ട്രേഡ് മാർക്ക് എടുക്കേണ്ട ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഈ ട്രേഡ് മാർക്ക് എടുക്കുക എന്നൊക്കെ പറഞ്ഞത് ബ്രാൻഡിങ്ങിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിലൊരു ഇഷ്യൂ വന്നു. അപ്പോൾ ആ പേരിലാണ് ഇഷ്യൂ ഉണ്ടായിരുന്നത്. ഈ ടോഫി എന്ന് പറഞ്ഞ ഒരു കമ്പനി അറിയോ? ചോക്ലേറ്റിൻ്റെ ടോഫി അല്ല, ടിഫാണി എന്ന് പറഞ്ഞ ഗൾഫിലുള്ള ഒരു ചോക്ലേറ്റ് ഉണ്ട്. അവരൊരു പ്രൊഡക്റ്റിൻ്റെ പേരാണ് നട്ടി ബൈറ്റ്സ് എന്നുള്ളത്. അപ്പോൾ ആ പ്രൊഡക്റ്റ് ഓൾറെഡി നമ്മുടെ മാർക്കറ്റിൽ ഉള്ളതുകൊണ്ട് ഇവർക്ക് പേര് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുമല്ല ഇവരുടെ പേരിൽ